എല്ലാവർക്കും സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. അടുത്തതായി നിങ്ങളെല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്നത് പുലിയുടെ പ്രസംഗമാണ്. അപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ഒന്ന് ചിരിച്ചു. എല്ലാവരും ഒന്ന് ചിരിച്ചു. തൃശ്ശൂരിലാണ് സംഭവം. അപ്പോൾ തന്നെ സുരേന്ദ്രൻ ഉടനെ മാറ്റി പറഞ്ഞു, പുലിയല്ല പെൺപുലിയാണ്, ഞാനിന് കൂടുതലൊന്നും പറയുന്നില്ല, പെൺപുലിക്ക് ഇതാ മൈക്ക് കൈമാറുന്നു എന്ന് പറഞ്ഞ് സുരേന്ദ്രൻ സുരേന്ദ്രൻ വളരെ കുറച്ച് സംസാരിച്ചിട്ട് മൈക്ക് ആർക്ക് കൈമാറി? ശോഭാ സുരേന്ദ്രന്. ഇതില്ല അഗ്നിപർവ്വതം പൊട്ടും പോലല്ലേ ശോഭാ സുരേന്ദ്രൻ ഇങ്ങോട്ട് വരുന്നത്. ടപ്പടപ്പടപടപടാ പണ്ടി കണിയാപുരം രാമചന്ദ്രൻ്റെ CPIയിലെ കണിയാപുരം രാമചന്ദ്രൻ്റെയും കോൺഗ്രസിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പീതാംബരക്കുറുപ്പിൻ്റെയും ഒക്കെ പ്രസംഗമുണ്ട്. എല്ലാം നല്ല രസമല്ലേ? ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ ആദ്യം പീതാംബരക്കുറുപ്പ് വന്ന് ടപ്പടപടപടാ പ്രസംഗിക്കും. വെളുപ്പാങ്കാലം വരെയൊക്കെയാണ് ആളുകൾ കാത്തു നിൽക്കുന്നത്. പാതിരാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇലക്ഷൻ സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് യോഗങ്ങളിൽ 8 മണിക്കായിരിക്കും വച്ചിരിക്കുന്നത്, അല്ലെ 7 മണിക്കായിരിക്കും. പക്ഷേ എത്തുമ്പോൾ 12-1 മണിയാവും. എന്നാലും ആളുകൾ പേര് മഴയത്ത് പോലും നിൽക്കും. അതിന് പീതാംബരക്കുറിപ്പാണ് വരുന്നത്. പടപടപടാ പൊട്ടും. ബോംബുകളാണ്, എല്ലാം ബോംബാണ്. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ 10-20 യോഗത്തിലായിരിക്കും പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. ഇപ്പം പിന്നെ വയസ്സായി കോൺഗ്രസിന് വേണ്ടി. അതുപോലെ തന്നെ കണിയാപുരം രാമചന്ദ്രൻ CPIയുടെ എന്നാ പ്രസംഗമാണ്. അദ്ദേഹം ബ്രാൻഡി അടിക്കും നന്നായിട്ട്. ആപ്പിൾ മുറിച്ച് ബ്രാൻഡിക്കകത്തിട്ട് ആപ്പിൾ പീസ് എടുത്ത് കഴിക്കുക. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഹാബിറ്റാണ്. അതിങ്ങനെ വണ്ടിക്കകത്തിട്ടിട്ട് രാവിലെ അങ്ങ് തുടങ്ങുകയാണ് കാറിൽ. രാത്രി വെളുപ്പാങ്കാലം വരെ പ്രസംഗിക്കും. പട അടിക്കും. അതുപോക്കെ കഴിഞ്ഞിപ്പോൾ ഈ രാഷ്ട്രീയ സിംഹങ്ങളുടെ പെൺപുലികളുടെയും ആൺപുലികളുടെയും പ്രസംഗം ഇപ്പോൾ കുറവാണ്. ക്രൗഡ് പുള്ളർമാർ കുറവാണ്. കാരണം ഒരു പാർട്ടിയിലും ക്രൗഡ് പുള്ളർമാരില്ല, മാസ് പുള്ളർമാരില്ല. വരിക, എന്തെങ്കിലും മസാല കാര്യങ്ങൾ പറയുക, കയ്യടി വാങ്ങിക്കുക, പോവുക എന്ന് പറയുന്നതല്ലാതെ ക്രൗഡ് പുള്ളിങ് എന്ന് പറയുന്ന ഒരു നല്ല കലയാണ് പ്രസംഗത്തിൽ. ഞാൻ അത്യാവശ്യം കുറച്ച് പ്രസംഗിക്കുകയും എനിക്ക് ഡിബേറ്റിലോ പോകണമെങ്കിൽ എനിക്കൊരു ആവേശമുണ്ട്. ഈ ശോഭ ഒരു വലിയ സംഭവമാണ്. ശോഭാ സുരേന്ദ്രൻ അവർ പൊളിച്ചടുക്കും. അവരിന്നലെ പറഞ്ഞല്ലോ, ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ട്, നിങ്ങളും ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറി വോട്ട് ചേർക്കും, നിങ്ങളും ചേർത്തിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ചോണം. ഇത് അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഇവിടെ സംവിധാനമുണ്ട്. നിയമ സംവിധാനമുണ്ട്, തെരഞ്ഞെടുപ്പ് സംവിധാനമുണ്ട്, കമ്മീഷൻ്റെ സംവിധാനമുണ്ട്, കോടതിയുണ്ട്. കണ്ടുപിടിക്കണം. പക്ഷേ ഒരു സ്ഥലത്തെ ആളുകളെ മറ്റൊരു സ്ഥലത്ത് പോയി താമസിച്ച് വോട്ട് ചേർക്കാതിരിക്കാൻ പറ്റില്ല. രണ്ടിടത്ത് വോട്ട് ചെയ്തെങ്കിലല്ലേ പ്രശ്നമുള്ളൂ എന്ന് ചോദിക്കുന്നു. മാത്രമല്ല, അവർ ഇന്നലെ തൃശ്ശൂർ നിന്നുകൊണ്ട് അവർ നേരത്തെ മത്സരിച്ച ആലപ്പുഴയിലെ ഹരിപ്പാട് മണ്ഡലത്തിലെ രമേശ് ചെന്നിത്തലയുടെ ഇരട്ട വോട്ട് അവർ പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവർ ഒരു കാര്യം പറഞ്ഞു, സോണിയാഗാന്ധിയുടെ ഇരട്ട വോട്ട് അവർ പിടിക്കും. പക്ഷെ അവർക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരത് ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം പറയുന്നു, ഇതെല്ലാം കോൺഗ്രസ് വാളുകളിൽ നിന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെ മൊബൈലിലേക്ക് പോകുന്നതെന്നൊക്കെ അവർ പറഞ്ഞ് അടിച്ച് കസറ ഇങ്ങനെ കയറി പോകുമ്പോൾ ഉണ്ടല്ലോ, അത് കേൾക്കാൻ ഒരു ഒന്നര സൗന്ദര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനാണ് കേരളത്തിൻ്റെ BJPയുടെ മുഖമായി വരേണ്ടത്. പ്രസിഡൻ്റൊക്കെ ആയിക്കോട്ടെ, രാജീവ് ചന്ദ്രശേഖർ ഒക്കെ വന്ന് അത് വേറൊരു തലത്തിലേക്ക് പോകുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഒരു ക്രൗഡ് പുള്ളർ തന്നെയാണ്. ഒരു മാസിൻ്റെ ഒരു സൈക്കോളജി അറിയാമെന്നുള്ള. അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യ വാക്ക് പറയുമ്പോഴേ ജനങ്ങൾ കൈയടിക്കുകയാണ്. എന്തിനാണെന്നറിയില്ല. പക്ഷേ തീർക്കുമ്പോഴും വല്ലാത്തൊരു വസ്തുവാണ് അത് കേട്ടോ. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ വലിയ വിദ്യാഭ്യാസവും ഡിഗ്രികളൊന്നും ഉള്ള ആളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ബാലഗോകുലത്തിലൂടെയും അതുപോലെ ABP-യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം കോളേജിലൊക്കെ സീരിയസ് ആയിട്ട് ഉയർന്ന കോഴ്സിനൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ സത്യസന്ധമായി വരുന്ന ഒരു ശുദ്ധയായ ഒരു വനിതയാണ്. അവർ മനോഹരമായിട്ടാണ് ഇന്നലെ ഈ പ്രസംഗം നടത്തുന്നത്. അവർ വരുന്നു, സംസാരിക്കുന്നു, കേൾക്കുമ്പോൾ തന്നെ ഇതില്ല പണ്ട് ഇന്ദിരയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ ശോഭ വരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ശോഭയാണ്. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ഓരോ വേദികൾ കീഴടക്കി പണ്ട് ഈ സാംബശിവനൊക്കെ ഇങ്ങനെ പോകുന്ന പോലെ ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും പെൺപുലി തന്നെയാണ്. അതിൻ്റെ സൗന്ദര്യം എന്താണെന്നറിയാവോ? സുരേന്ദ്രൻ പറഞ്ഞു എന്നുള്ളതാണ്. ബാക്കി ആരും പറഞ്ഞതല്ല. സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ ഇന്നലെ വരെ ചവിട്ടിയോ എനിക്കറിയില്ല. ചവിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സുരേന്ദ്രൻ മനോഹരമായ രീതിയിൽ ശോഭാ സുരേന്ദ്രനെ അവതരിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും വഴിമാറിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച മനോഹരമാണ്, സുന്ദരമാണ്. എന്തായാലും സുരേന്ദ്രൻ്റെ റോൾ സുരേന്ദ്രനുണ്ട്, ശോഭയുടെ റോൾ ശോഭയ്ക്കുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ റോൾ അവർ നിർവഹിക്കട്ടെ. രാഷ്ട്രീയത്തിൽ വ്യക്തിത്വമുള്ള നല്ല നേതാക്കൾ ഉണ്ടായി വരട്ടെ. അതേത് പാർട്ടിയിലായാലും സമൂഹത്തിന് അതിൻ്റെ ഗുണം കിട്ടും.